വിജയ് സേതുപതിക്ക് അഭിനയിക്കാനുള്ള ഒരു സ്റ്റിങ് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ വരുന്നതും അദ്ദേഹം അക്കൗണ്ടിങ് ജോലി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൽ നിന്ന് റൂം വരെ നടക്കുമ്പോൾ ഈ ടി വി ഡിസ്പ്ലേകളുണ്ടല്ലോ ദുബായിൽ. അപ്പോൾ അവിടെ ഒരു അനിമേഷൻ മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരു ഡൊണാൾഡ് ഡക്ക് എന്നെ പോലെ ഒരു ക്യാരക്ടർ അവരുടെ ഒരു ആനിമേഷൻ വോയിസ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് അത് പറഞ്ഞു റൂമിലേക്ക് പോവുകയും എല്ലാ രാത്രിയും സംഭവിക്കുകയും അങ്ങനെ പിന്നെ ആക്ടർ ആയാലും ഇത് എനിക്ക് സ്ക്രീനിൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ആലോചന അയാളിലേക്ക് വരികയാണ്. എനിക്ക് എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ബോബി ഒരു റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ആളാണ്. അപ്പോൾ പല രീതിയിലുള്ള ആളുകൾ ഡിപ്ലോമാറ്റിക് ആയിട്ടും അല്ലാതെയും ഒക്കെ പല വിധത്തിൽ കാണേണ്ട ആവശ്യമുണ്ട്. അതെ, അവിടെയും നമുക്ക് അഭിനയങ്ങളുണ്ടല്ലോ. അതായത് ഈ ആ അഭിനയങ്ങളൊക്കെ കൂടിയാണ് പിന്നെ അതിൻ്റെ ഒരു ആകത്തുകയെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്നെ അറിയാവുന്നവർ പറയും പണി സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെന്ന് പറയും. അത് റിയൽ ബോബി എന്ന് പറയുന്നവരുണ്ട്. അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. സിനിമ ഭീഷണിയൊക്കെ ഉണ്ട്. അല്ല, എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പല ഏരിയയിൽ ഞാൻ ഇപ്പൊ ഭീഷണിപ്പെടുത്തേണ്ട ലെവലിൽ വന്നിട്ടുണ്ട്. അല്ലാതെ പല ട്രാവൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം അതൊരു ചാനൽ ഇന്റർവ്യൂ പറയേണ്ട കാര്യങ്ങൾ. എന്നാലും നമ്മുടെ ബിസിനസ്സിൽ ട്രാവലിൽ പല ഏരിയയിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ലോക്കൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ഇടുക്കി ജില്ലയിൽ ജനിച്ചു വിടുന്ന ഒരാളാണ്, കട്ടപ്പനക്കാരനാണ്. അപ്പം എൻ്റെ ഫാദർ ഒരു ഫാമറാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാർ. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ഫീൽ ചെയ്ത് വളർന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ പബ്ലിക്കിന് വേണ്ടിയുള്ള ലൈഫാണ്. ഞാൻ ജനിച്ച കാലം തൊട്ട് അങ്ങനത്തെ ഒരു ട്രാവൽ. അപ്പം ഞാൻ ഇതിനകത്ത് ഒരുപാട് എനിക്ക് ക്യാരക്ടേഴ്സിന് എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട് പല മേഖലയിൽ കൂടെ. അപ്പോൾ ഒരു കഥ പറയുമ്പം എനിക്ക് റെഫറൻസ് എടുക്കാൻ ഒരാളുണ്ടാവും എൻ്റെ ലൈഫിൽ. അതാണ് ഞാൻ പറഞ്ഞത്. സുമതി ഉളവിൽ ഞാൻ ചെയ്യുന്ന SI ബെഞ്ചമിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അഭിലാഷ് പിള്ളി ആ ഒരു ക്യാരക്ടറിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലെ ഡയറക്ടർ വിഷ്ണു എന്നോട് അത് നരേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരാളെ എനിക്ക് മനസ്സിൽ കാണാനുണ്ട്. SI ബെഞ്ചമിനെ പോലെ ഉള്ള ബെഞ്ചമിന്മാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അപ്പം പല സ്റ്റേഷനിലായിട്ട് അല്ലെങ്കിൽ കട്ടപ്പന സ്റ്റേഷനിലും ഒക്കെ എൻ്റെ ലൈഫിൽ കൂടെ. അപ്പം ഈസിയാണ് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ. അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഒരുപാട് ആക്ടേഴ്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ട് ഇവരുടെ എല്ലാം ഷോട്ടുകളിലും കാരവനുകളിലും ഒക്കെ സമയം ചെലവഴിച്ച് ഇവരഭിനയിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഫ്രം ലാലേട്ടൻ ടിൽ ആര് വേണേലും, ജോജുവോ ആര് വേണേലും. അപ്പം ഞാനൊക്കെ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ് ഞാനിത് ഡേ ടു ഡേ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിനെ അബ്സോർബ് ചെയ്യുന്നതും ടേക്ക് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. ഇതിനേക്കാളൊക്കെ ഉപരി എനിക്ക് മലയാള ഈ സിനിമയിൽ ഇപ്പോൾ ജോജു വഴി കിട്ടിയ എൻട്രി പണിയിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇവരാരും ചിന്തിക്കാത്തൊരു മേഖലയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നിനക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട് എന്നെ അറിയാവുന്നത്. ഉദയകൃഷ്ണ നമ്മുടെ റൈറ്റർ ഉദയേട്ടൻ എന്നെ 2008 തൊട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ UK ക്രിസ്ത്യൻ ബ്രദേഴ്സ് സിനിമ ഷൂട്ട് ചെയ്യണം. പണി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഭൂപി, നിനക്ക് ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സിലൊരു സീനിൽ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ നീ ഓടുമായിരുന്നു. ഇത് നീ എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത്. ജോഷി സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിനക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ ഒട്ടും ചിന്തിച്ചില്ലെന്ന് പറഞ്ഞത്. ഇതൊന്നും പറയാത്ത ഒരാൾ കണ്ടു ചിരിച്ചെന്നുള്ളത് എൻ്റെ എല്ലാവരും രഞ്ജിയേട്ടൻ ഇത് ഒട്ടും സർപ്രൈസ് അല്ലായിരുന്നു. കാരണം പുള്ളി നേരത്തെ എന്നെ ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അതാണ് രഞ്ജിയേട്ടൻ എന്നോടുള്ള ഞങ്ങൾ തമ്മിൽ അടുക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ. ഓരോ മൂമെൻറ്റ്സിലുള്ള ഞങ്ങളുടെ കോൺവെർസേഷൻസും തമാശകളും ഒക്കെ രഞ്ജിയേട്ടൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതൊക്കെ. അപ്പം ഇതെല്ലാം എനിക്ക് എല്ലാ രീതിയിലും ടോട്ടലി ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ലൈഫിൻ്റെ ഒരു ട്രാവൽ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഐ എം 47, ഹാപ്പി ടു സേ. അപ്പം നമ്മളിതിനെ പറയുന്നത് നമ്മളൊരു ലോകത്തിൻ്റെ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി എവറി മൂമെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യാണ്. കാരണം ഞാൻ എൻ്റെ സൗഹൃദങ്ങളുടെ ഇടയിലൂടെ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാണ്. ആക്സിഡൻ്റലി എൻ്റെ പല സുഹൃത്തുക്കളുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്യാണ് ഇപ്പോൾ. അത് ഭയങ്കര രസകരമായ ആക്ടർ. കാരണം അവരുടെ പല ലൊക്കേഷനിലും ഞാൻ നീയാണ് ഈ വേഷം ചെയ്യുന്നത്, അത് ശരി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു എന്നാ പറയുന്നത്, ദർ ഇസ് നോ ഗ്യാപ്പ്. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് അവിടെ ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടോ, എനിക്ക് ഒരിടത്തും ടെൻഷനില്ല. അല്ലെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പരിചയമില്ലാത്തൊരു ലൊക്കേഷനാണെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും
ഞാൻ പെട്ടെന്ന് മിങ്കിളാവും. ഞാൻ ഷോട്ടിന് മുമ്പ് തന്നെ അവരുമായിട്ട് സിങ്കായിട്ട് ഞാൻ ഷോട്ടിന് കയറുള്ളൂ. കാരണം എന്നാലേ അതിനൊരു ഒരു ഒരു സീനിനൊരു കരിസ്മ ഉണ്ടാവും. ബോബിയിൽ നിന്ന് ഇനി അങ്ങോട്ട് ആളുകൾ പ്രതീക്ഷിക്കുക പണിയുടെ ഒരു ബെഞ്ച് മാർക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികതയാണ്. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ച ഒരു വേഷമാണ്. അപ്പോൾ ഇനിയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളതായിരിക്കും ആളുകൾ പ്രതീക്ഷിക്കുക. അപ്പം അവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വാറൻ ഡേവി ഒരു പരിധി വരെയെങ്കിലും ബോബിയാണ്. ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി അപ്പുറത്തേക്കുള്ള ഒരാൾ, അതായത് വളരെ നിസ്സഹായനായിട്ടുള്ള ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയല്ല ശരിക്കും ബോബിയുടെ ടാലന്റ് എത്ര മാത്രം ഉണ്ട്. അവിടെയല്ല ഒരു ഒരു നമുക്കൊരു ഉള്ളിൽ നിന്നൊരു പുള്ള് കൊടുക്കേണ്ടി വരും. ഒരു ആക്ടർക്ക് ഒരു 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 ജേണർ തന്നെ നമുക്കൊരു ഒരു ആക്ടർ പിടിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പം സുമതി വളവ് എന്ന് പറയുന്ന സിനിമ ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാര്യം അതാണ്. കാരണം എനിക്ക് ഒരിക്കലും കാരണം പണി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് 2-3 സ്ക്രിപ്റ്റുകൾ കേട്ടിരുന്നു. കാരണം അതിനകത്ത് വന്നതെല്ലാം അതിനകത്ത് പോലീസ് വേഷങ്ങളാണ് വന്നത്. എല്ലാ ആറ്റിറ്റ്യൂഡ്, ആരഗന്റ്, അല്ലെ നെഗറ്റീവ് വില്ലൻ, ഗാങ്സ്റ്റർ. സി പണി എന്ന് പറയുന്നത് അതൊരു വേറൊരു മെറ്റലാണ്. അതൊരു വേൾഡാണ്, അതൊരു വേറൊരു മെറ്റലാണ്. വാറൻ ഡേവി എന്ന് പറയുന്നത് ആ ജോജു സൃഷ്ടിച്ചിരിക്കുന്ന ക്യാരക്ടറിനെ അദ്ദേഹം പ്ലേസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ രീതി, അതിനെ എൻഡ് ചെയ്ത രീതിയൊക്കെയാണ് മനുഷ്യനിൽ ഹുക്കായത്. അതിപ്പോൾ എന്നെ കൊന്നത് എല്ലാവരും പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചാകാൻ പാടില്ലായിരുന്നു. അതാണ് ആ സിനിമയുടെ വിജയം. അതാണ് എൻ്റെ ക്യാരക്ടർ. അതാ ഡയറക്ടറിന്റെ പ്ലേസ്മെന്റ് ആണ് ആ ക്യാരക്ടറിന്റെ വിജയം. എന്നെ അവിടെ കൊന്നതാണ് കറക്റ്റ് ടൈമിൽ എന്നെ തീർത്തപ്പോഴാണ് ഓഡിയൻസ് get a feeling that you have to kill them. ഇവന്മാരെ അവിടെയാണ് വെറുപ്പ് തുടങ്ങിയത്. അതാണ് ഡയറക്ടേഴ്സ് ബ്രില്യൻസ്, റൈറ്റേഴ്സ് ബ്രില്യൻസ്. അപ്പം അതൊരു ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കീരിക്കാടൻ ജോസും സ്പടിയൻ ജോർജ് സാർ എന്നൊക്കെ പറയുന്ന പോലെ ഇനി ഞാൻ ചിലപ്പോൾ മരണം വരെ അറിയപ്പെടുന്ന വാറൻ ഡേവി എന്നായിരിക്കും. അതിനകത്ത് എനിക്കൊരു ഡൗട്ടില്ല. കാരണം ഞാൻ പോകുന്ന വഴികളിലൂടെ മുഴുവൻ കേൾക്കുന്ന പേര് ഡേവി എന്നാണ്. ഞാൻ സീരിയസ്ലി ഞാൻ എവിടെ ഇനി എയർപോർട്ടിൽ കൂടെ ഞാൻ പോയാൽ പോലും ഡേവി ഏട്ടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നും പറഞ്ഞ് വിളി കേൾക്കുന്ന അവസ്ഥയിലായി. അപ്പം ഞാൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിന് എനിക്കൊരു മാറ്റം ഇനിയും സുമതിയോളമല്ല, ഇനി സുമതിയോളയിലെ ബെഞ്ചമിൻ തന്നെ ആരും വിളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു സെർട്ടൺ പോയിന്റ് അനിവാര്യമായിട്ടൊരു ക്യാരക്ടറാണ്. അത് അഭിലാഷ് പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിനെ ഇൻട്രോ ചെയ്തിരിക്കുന്ന രീതികളും അതിനെ ട്രാവൽ ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്ന രീതി ഭയങ്കര രസകരമായിട്ടാണ്. അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. എനിക്കൊരു നല്ല ഇൻട്രോ, ഒരു 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 നല്ല മാസ് രീതിയിലുള്ള ഇൻട്രോ 90 കാലഘട്ടത്തിൽ അതിനകത്തൊരു കാടിനകത്തൊക്കെ ഷൂട്ട് ചെയ്തൊരു ഭയങ്കര രസകരമായ ഇൻട്രോ. ഒരു സീക്വൻസ് തന്നെയുണ്ട് സിനിമയിൽ. ഓൾമോസ്റ്റ് കുറേ നേരം തന്നെ ഞാൻ സിംഗിളായിട്ട് ഷോൾഡർ ചെയ്യുന്നൊരു കുറേ, അത് എത്ര നേരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് മോർ ദാൻ അറ്റ്ലീസ്റ്റ് ഒരു 1.5-2 മിനിറ്റോളം കാണുമെന്ന് എനിക്ക് വിചാരിക്കും. പിന്നീട് ആ ക്യാരക്ടർ ത്രൂ ഔട്ട് എൻഡ് വരെ ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ. അതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് സുമതി വളവ്. പക്ഷേ വാറൻ ഡേവി ആയിട്ട് യാതൊരു സാമ്യമോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പ്ലേ അല്ല എടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരൊറ്റ അപേക്ഷ ദൈവത്തിനോടുള്ളത് ഒരിക്കലും ജനങ്ങൾക്ക് വാറൻ ഡേവിയായി ഫീൽ ചെയ്തതെന്ന്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ വാറൻ ഡേവിയായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങും അല്ലാതായി. അപ്പം എനിക്ക് കിട്ടിയ ആ ക്യാരക്ടറിനെ ബെഞ്ചമിനായിട്ട്, SI ബെഞ്ചമിനായിട്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്ന ഡയറക്ടറും അഭിലാഷും പ്രൊഡ്യൂസേഴ്സും എൻ്റെ കൂടെ അഭിനയിച്ചവരെല്ലാം ഹാപ്പിയാണ്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ മൂവിയാണ്. ഇതിൻ്റെ മാർക്കിടുന്നത് നമ്മളാരും അല്ല, ഇതിനകത്ത് വർക്ക് ചെയ്തവരല്ല, ഇതിൻ്റെ ഓഡിയൻസ് ആണ്. അപ്പോൾ ജനങ്ങൾ ഇത് കണ്ടിട്ട് എനിക്കറിയില്ല എനിക്ക് തരുന്ന സ്വീകാര്യത എന്താണെങ്കിലും ഐ വിൽ ടേക്ക് ഇറ്റ്.